ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ യോഹനാൻ ഡെയ്സിയെ തിരികെ പ്ലാമൂഡിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പുതിയ തന്ത്രത്തെക്കുറിച്ച് ആന്റണിയോടും ഡേവിസിനോടും സംസാരിക്കണം. ആന്റണിയും ഡേവിസും യോഹനാന്റെ തീരുമാനത്തെ അംഗീകരിക്കുമ്പോൾ ഡേവിസ് യോഹനാന്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുമ്പോൾ ആന്റണി ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു നീക്കം നമ്മൾ നടത്തിയാൽ അത് എത്രത്തോളം ഫലവത്താവും അപ്പച്ച? അത് നമുക്ക് വലിയ പ്രശ്നമാവോ അപ്പാ? അവള് അത് വിശ്വസിക്കുവോ? അങ്ങനെയൊക്കെയായിരുന്നു ആന്റണിയുടെ ആശങ്കയും സംശയവും. അത് കേട്ട ഉടൻ തന്നെ ആന്റണിയുടെ മനസ്സിലെ ടെൻഷൻ മാറ്റിയെടുക്കാനായി യോഹന്നാൻ പറഞ്ഞു, എടാ, നമ്മൾ ഇങ്ങനെ ഒരു അഭിനയം കാഴ്ചവെക്കുന്നത് അവളുടെ വിശ്വാസം നേടിയെടുക്കാനാണ്. നമ്മൾ മാണിക്കോത്ത് ചെന്ന് മഹേന്ദ്രനോട് ശിവന്റെയും ഡേസിയുടെയും വിവാഹം നടത്തി കൊടുക്കാൻ നമുക്ക് സമ്മതമാണെന്നും അതിനാണ് നമ്മൾ ചെന്നതെന്നും അവരെ അറിയിക്കുന്നു. അത് കേട്ട് അവർ തീർച്ചയായിട്ടും ഡേസിയെ നമ്മൾക്കൊപ്പം അയക്കും, അതിൽ യാതൊരു സംശയവുമില്ല എന്ന് യോഹന്നാൻ പറയുമ്പോൾ അത് കേട്ട ആന്റണി ചോദിച്ചു, അല്ലപ്പാ, അങ്ങനെ വാക്ക് കൊടുത്തിട്ട് പിന്നെ അവർ വിവാഹം നടത്തി കൊടുക്കാനാണോ അപ്പന്റെ തീരുമാനം എന്ന് ചോദിച്ചപ്പോ അടുത്ത് നിന്ന് യോഹന്നാൻ പറഞ്ഞു, അത് ഡേവിസ് നമുക്കൊപ്പം ഉള്ളപ്പോ പിന്നെ അതിനെക്കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ഡേവിസെ, നിന്റെ തീരുമാനം എന്താണ് എന്ന് ചോദിച്ചപ്പോ ഡേവിസ് പറഞ്ഞു, എനിക്ക് അതിൽ യാതൊരു സംശയവും. ശിവന്റെ അടുത്ത് നിന്ന് അവളെ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൾ നമ്മൾ നിശ്ചയിച്ച് പറഞ്ഞുറപ്പിച്ചു പോരുന്ന ആ വിവാഹ തീയതിയുടെ അന്ന് അവളുടെ കഴുത്തിൽ താലി ചേർത്തുന്നത് ഈ ഡേവിസ് ആയിരിക്കും, അതിൽ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞതും യോഹന്നാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഡേവിസ് ഇങ്ങനെ കട്ടയ്ക്ക് നമുക്കൊപ്പം ഉള്ളപ്പോ പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ടതില്ല. ഡേസിയെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരിക എന്നത് മാത്രമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നറിയിച്ചു. അങ്ങനെ അത് കേട്ടുകൊണ്ട് സന്തോഷത്തോടെ ആന്റണി മാണിക്കത്തേക്ക് പോകാമെന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം ശാലിനി തിരിച്ച് റൂമിലേക്ക് എത്തുമ്പോൾ ശാരദാമ്മ ശാലിനിയെ സമാധാനിപ്പിക്കുകയാണ്. ശ്യാമ പറഞ്ഞ വാക്കുകൾ കേട്ട് മനസ്സ് കയർന്ന് ശാലിനി എങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനിയുടെ മനസ്സിലേക്ക് ആ നിമിഷം ഓടിയെത്തിയത് റസാക്ക് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. സിയുടെ വാക്കുകളിൽ നിന്ന് നിരന്തരമായിട്ട് വിഷ്ണുവിന്റെ ഫോണിലേക്ക് വരുന്നത് രേഷ്മ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഫോണിൽ നിന്നുള്ള കോളുകളാണെന്നും ആ രേഷ്മ ഇപ്പം പോയിരിക്കുന്നത് മധുരയിലേക്കാണ് എന്നും ആ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായി തന്നെ ശാലിനിയോട് പങ്കുവെക്കുകയും ചെയ്തു കഴിഞ്ഞു. ഇതെല്ലാം ഓർത്തുകൊണ്ട് ശാലിനി തന്നെ വിഷ്ണുവേട്ടൻ മനഃപൂർവ്വം വഞ്ചിക്കുകയായിരുന്നുവെന്നും വിഷ്ണുവേട്ടൻ തന്നെ വീണ്ടും ചതിക്കുകയായിരുന്നോ ചെയ്തത് എന്നും താൻ കബളിപ്പിക്കപ്പെട്ടോ എന്നുമൊക്കെയുള്ള സംശയം ശാലിനിയുടെ മനസ്സിനെ അലട്ടി. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രേഷ്മ എവിടെയാണെങ്കിലും രേഷ്മയെ തിരിച്ചു കൊണ്ടുവന്ന് അതിന്റെ സത്യാവസ്ഥ അറിയാതെ ശാലിനിക്ക് സമാധാനമില്ല എന്ന രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ്മ അരികിലേക്ക് എത്തി. മോളെ, നീ എന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് എന്ന് ചോദിച്ചതും, അമ്മേ, ഇപ്പോ ഈ കുടുംബത്തെ അവസ്ഥ അമ്മ കാണുന്നില്ലേ? ശരിക്കും എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. കുട്ടികളായിട്ടും വീട്ടിലുള്ളവരായിട്ടും ശരിക്കും എല്ലാവരും എന്നെ വല്ലാതെ തളർത്തി കളയുന്നു. എനിക്ക് ഇവിടെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലമ്മേ. സത്യത്തിൽ ഈ ഭാരങ്ങൾ മുഴുവൻ എന്റെ ചുമലിലേക്ക് ഇട്ടിട്ട് ആരാണ് ഇതെല്ലാം എന്റെ ചുമലിലേക്ക് വെച്ച് തന്നത്? ഇതെല്ലാം എന്റെ തലയിൽ വെച്ച് തന്നിട്ട് വിഷ്ണുവേട്ടൻ രക്ഷപ്പെട്ടു പോയിരിക്കുകയാണോ? ശരിക്കും എനിക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ലമ്മേ. ആകെ തകർന്നു നിൽക്കുകയാണ് ഞാനിപ്പോ. ഈ ഭാരമെല്ലാം ഈ ചുമലിലേക്ക് ചായച്ചു വെക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്തായാലും ഈ ചുമര് മാത്രം കണ്ടുകൊണ്ടാണ് ഇവിടെയുള്ളവരെല്ലാവരും ജീവിക്കുന്നതെന്നും എനിക്കറിയാം എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറഞ്ഞു, മോളെ, നിന്റെ ധൈര്യം കൂടി ചോർന്നു പോകലേ. നീയാണ് ഈ കുടുംബത്തിന്റെ എല്ലാം ധൈര്യം. നിന്റെ നിന്റെ മനോധൈര്യത്തിലാണ് ഇവിടെ എല്ലാവരും പിടിച്ചു നിൽക്കുന്നത്. നീ കൂടി തളർന്നു പോയാൽ ഈ കുടുംബം തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് മോളെ, നീ ധൈര്യം സംഭരിച്ച് നിന്നേ തീരൂ എന്ന് ശാരദാമ്മ ശാലിനിയെ ഉപദേശിച്ചു. ഇതിനേക്കാളും വലിയ തീക്കനലുകളും ഇതിനേക്കാളും വലിയ പ്രതിസന്ധികളും തരണം ചെയ്ത് വന്നവളാണ് ഈ ശാരദ. എന്നാൽ അന്ന് ഈ ശാരദ ഇതിനേക്കാളും വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തപ്പോഴും അന്ന് ശാരദയുടെ മനസ്സിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. എത്ര വലിയ കഠിനമായിട്ടുള്ള പ്രതിസന്ധികൾ തന്റെ മുന്നിൽ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ശക്തിയും കരുത്തും തനിക്കുണ്ട് എന്ന്. എന്നാൽ ഇപ്പോൾ എൻ്റെ പൊന്നുമോളെ, നീ അനുഭവിക്കുന്ന ഈ വേദന കാണുമ്പോൾ സത്യത്തിൽ അമ്മയ്ക്ക് അത് കണ്ടു നിൽക്കാൻ കൂടി കഴിയുന്നില്ല. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ അനുഭവിച്ചതിനേക്കാൾ എത്രയോ 100 ഇരട്ടി വേദനയാണ് എൻ്റെ മോളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ശാരദാമ്മ വേദനയോടെ ശാലിനിയെ നോക്കി പറയുമ്പോൾ അത് കേട്ട് നിന്ന ശാലിനി സങ്കടത്തോടെ ശാരദാമ്മയെ നോക്കി. അപ്പോഴും ശാലിനി പറഞ്ഞുകൊണ്ടിരുന്നത്, അമ്മേ, ശരിക്കും ഇങ്ങനെ ഒരു ദുർവിധി എനിക്ക് ആരാണമ്മേ വെച്ച് നീട്ടിയിരിക്കുന്നത്? സത്യത്തിൽ നമ്മൾ സ്നേഹിക്കുന്നവരൊക്കെ നമ്മളെ തഴഞ്ഞു കളയുകയാണോ? ശരിക്കും എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഒരു വിധി ഉണ്ടാകാൻ കാരണം ആരാണമ്മേ? എന്നോട് ഇത്രയും നാളും കാണിച്ച സ്നേഹവും കരുതലും ഒക്കെ വെറുതെ ആയിരുന്നോ? എനിക്ക് മനഃപൂർവ്വം ഇങ്ങനെ ഒരു വിധി എനിക്ക് തന്നിട്ട് എങ്ങോട്ടാണ് വിഷ്ണുവേട്ടൻ പോയിരിക്കുന്നത്? സത്യത്തിൽ ആണുങ്ങളെല്ലാം ഇങ്ങനെയാണോ അമ്മേ? ശരിക്കും എല്ലാവരെയും
നമ്മൾ ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് സ്നേഹിക്കുമ്പോൾ അവരുടെ സ്നേഹവും അവരുടെ കരുതലുമൊക്കെ നമ്മളോട് കാണിക്കുന്ന വെറും ഒരു അഭിനയം മാത്രമാണോ അമ്മേ? എല്ലാ പുരുഷന്മാരും ഒരുപോലെ തന്നെയാണല്ലേ എന്നെല്ലാം ശാലിനി വേദനയോട് ചോദിക്കുമ്പോൾ ശാരദാമ്മ ചോദിച്ചു, മോളെ നീ എന്തൊക്കെയാ ഈ പറയുന്നത്? വിഷ്ണുവിനെ കുറിച്ചാണോ നീ ഈ പറയുന്നത്? ഒരിക്കലും എന്റെ മോൾ അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല. വിഷ്ണുവിന് നീ എന്ന് പറഞ്ഞാൽ ജീവനാണ്. നീ കഴിഞ്ഞിട്ടേ മറ്റെന്നും വിഷ്ണുവിനുള്ളൂ. അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. നീയും അതിൽ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു, അമ്മേ, പുരുഷന്മാരെല്ലാവരും ഒരുപോലെ തന്നെയാണമ്മേ. അവര് പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുമെങ്കിലും ചെളി കണ്ടാൽ അത് ചവിട്ടാതെ അവർ പോവില്ല. അതാണ് പുരുഷന്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ അവര് കാണുന്ന ചെളികളിലൊക്കെ ചവിട്ടിയിട്ട് കാണുന്ന വെള്ളത്തിൽ കഴുകും. അത് തന്നെയാണ് അവരുടെ എന്നത്തെയും സ്വഭാവം. അത് ഏത് പുരുഷനും അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ്. അത് ഇനി എത്ര വലിയ മാന്യനാണെന്ന് പറഞ്ഞാലും അവരുടെ ആ ഉള്ളിലുള്ള ആ ഒരു സ്വഭാവം അവർ പോലും അറിയാതെ പലപ്പോഴും പുറത്തു വരും. അത് പലരുടെയും ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് അവർ അത് തിരിച്ചറിയുന്നതെന്ന് ശാരദാമ്മയോട് പറയുമ്പോൾ, മോളെ നീ എന്തൊക്കെയാ പറയുന്നത്? അപ്പോഴാണ് ശാലിനിയോട് ശാരദാമ്മ പറഞ്ഞത്, മോളെ ഇതൊക്കെ നിന്റെ മനസ്സിന്റെ വെറും തോന്നലുകൾ മാത്രമാണ്. മോള് അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വിഷ്ണുവിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, അമ്മേ, അച്ഛൻ മറ്റൊരു സ്ത്രീയുടെ പിന്നാലെ പോകുന്നതിന് മുൻപ് വരെ അമ്മയായിരുന്നല്ലോ അച്ഛനെല്ലാം. അമ്മ അത്രയ്ക്ക് പ്രിയപ്പെട്ടവളായിരുന്നില്ലേ? എന്നിട്ടോ ഒരു ദിവസം രാജേശ്വരി എന്ന ആ സ്ത്രീയെ കണ്ടപ്പോ അച്ഛൻ അവർക്ക് പിന്നാലെ പോയി. അതല്ലേ അമ്മേ സംഭവിച്ചത് എന്ന് ചോദിച്ചു. ശാരദാമ്മ പറഞ്ഞു, മോളെ, ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളും ഇതുപോലെ നമ്മൾ നേരിടേണ്ടി വരും. നമുക്ക് കരുത്ത് പകരുന്നത് പല അനുഭവങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചതും അന്ന് അമ്മ ഈ 3 മക്കളെയും ചേർത്ത് പിടിച്ചാണ് ആ വീട്ടിൽ ജീവിച്ചത്. അന്നത്തെ ദിവസം ആ വീട്ടിൽ എന്റെ കണ്ണുകൾ ഒരിക്കലും സമാധാനത്തോടു കൂടി അടഞ്ഞിട്ടില്ല. കാരണം അവിടെ 3 പെൺമക്കളെയും ചേർത്ത് പിടിച്ച് അന്ന് ആ രാത്രി ഓരോ രാത്രികൾ ആ വീട്ടിൽ കഴിച്ചു കൂട്ടുമ്പോൾ എന്റെ കണ്ണുകൾ ഉറങ്ങിപ്പോയാൽ, എന്റെ കണ്ണുകൾ അടഞ്ഞു പോയാൽ പിന്നെ എന്റെ 3 മക്കൾക്കും മറ്റാരും ഇല്ല തുണ എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഞാൻ ചെറിയൊരു ശബ്ദം കേൾക്കുമ്പോൾ പോലും ഞാൻ ചാടി എഴുന്നേൽക്കുന്നതും അതുകൊണ്ടായിരുന്നു. ആളനക്കം കേൾക്കുമ്പോൾ പലപ്പോഴും വളരെ പ്രതീക്ഷയോടെ വാതിലിന് മുന്നിൽ ചെന്ന് കാതോർത്ത് നിന്നിട്ടുണ്ട്. ചെറിയൊരു ചുമച്ച് ശാരദേ, ഞാൻ തിരിച്ചു വന്നു എന്ന് പറയുന്ന നിന്റെ അച്ഛന്റെ ശബ്ദത്തിനായിട്ട്. എന്നാൽ അതൊക്കെ വെറും ഒരു പ്രതീക്ഷ മാത്രമായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി. പിന്നീടാണ് രാജേശ്വരി വിവാഹം കഴിച്ച് അദ്ദേഹം മറ്റൊരു കുടുംബത്തേക്കായി മാറിയെന്ന് തിരിച്ചറിവ് മനസ്സിനുണ്ടായത്. അതിനുശേഷം പിന്നീട് എന്റെ മക്കൾ മാത്രമായി അമ്മയുടെ ജീവിതം. നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക എന്നതായിരുന്നു അമ്മയുടെ ലക്ഷ്യമെന്ന് ശാരദാമ്മ ശാലിനിയോട് അറിയിച്ചു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, അമ്മേ, സത്യത്തിൽ അമ്മ തന്നെയാണ് എൻ്റെ കരുത്ത്. എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വന്ന് നേരിടുമ്പോഴും എനിക്ക് ധൈര്യം പകരുന്നതും എനിക്ക് ആ പ്രശ്നങ്ങളെ നേരിടാനുള്ള കരുത്ത് തരുന്നതും അമ്മയുടെ ജീവിതാനുഭവങ്ങളും അമ്മയ്ക്കൊപ്പം വളർന്നതിൻ്റെ ശക്തിയും മാത്രമാണ്. എങ്കിലും ഇവിടെ ചിലപ്പോഴൊക്കെ എൻ്റെ ധൈര്യവും ചോർന്നു പോകുന്നുണ്ടമ്മേ. എല്ലാവരും ഈ തോള് കണ്ടിട്ടാണ്, ഈ തോളിലേക്കാണ് എല്ലാവരും ആശ്രയമായി ചേരുന്നത്. എല്ലാവരും ഈ തോളിലേക്കാണ് ചായുന്നത്. എന്നാൽ ഭാരം കൂടി വരുമ്പോ എനിക്കൊന്ന് ചാരാനായിട്ട് ഒരു തോളില്ല എന്നതാണ് സത്യം എന്ന് പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുമ്പോൾ ശാരദാമ്മ പറഞ്ഞു, എന്റെ പൊന്നുമോളെ, നീ ഇങ്ങനെ വിഷമിക്കാതെ. വിഷ്ണു മടങ്ങി വരും. മോള് സമാധാനപ്പെട്. വിഷ്ണു തീർച്ചയായിട്ടും നിങ്ങൾക്കരികിലേക്ക് മടങ്ങിയെത്തും. വിഷ്ണുവിന് അങ്ങനെ എല്ലാവരും ഉപേക്ഷിച്ച് ഒരിടത്തേക്കും പോകാനാവില്ല. മോള് അങ്ങനെയൊന്നും ചിന്തിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞ് ശാരദാമ്മ ശാലിനിയെ സമാധാനിപ്പിക്കുമ്പോൾ ശാലിനി പറഞ്ഞു, അമ്മേ, ഇത്രയും നാളും എന്നോട് വിഷ്ണുവേട്ടൻ കാണിച്ചതൊക്കെ വെറും ഒരു പ്രഹസനം മാത്രമായിരുന്നോ അമ്മേ എന്ന് ചോദിച്ച് സങ്കടപ്പെടുന്ന ശാലിനിയെ ശാരദാമ്മ ചേർത്ത് പിടിച്ചു. മോളെ, നീ ശാരദയുടെ മകളാണ്. എത്ര വലിയ പ്രളയമുണ്ടായെങ്കിൽ പോലും അതിനെയെല്ലാം നമ്മൾ നീന്തി തോൽപ്പിച്ച് നമ്മൾ തീർച്ചയായിട്ടും ലക്ഷ്യത്തിലേക്ക് എത്തും. അറിയാവല്ലോ, പഴമക്കാർ പറയാറുള്ളത് പെണ്ണായി ജനിച്ചാൽ പെരുമ കേൾപ്പിക്കണമെന്ന്. അങ്ങനെ കേൾപ്പിച്ചവരുണ്ട് ഈ നാട്ടിൽ പലരും. അവർക്കൊക്കെ ഇതിനേക്കാൾ ഏറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുമുണ്ട്. എന്നാൽ അന്നൊക്കെ അവരെ മുന്നോട്ട് നയിച്ചതും അവർക്ക് അതിനെയൊക്കെ വിജയത്തിലെത്താൻ, അതിനെയൊക്കെ നേരിട്ട് മുന്നോട്ട് നീങ്ങാനുള്ള കരുത്ത് നൽകിയിരുന്നത് അവരുടെ ലക്ഷ്യമായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും അവരുടെ ലക്ഷ്യത്തെ അത് ബാധിച്ചിരുന്നില്ല. അതാണ് ഇവിടെയും വേണ്ടത്. മോളൊന്നും ചിന്തിക്കേണ്ട. അമ്മയുടെ പ്രിയപ്പെട്ട മകളാണ് നീ. അതുകൊണ്ട് തന്നെ ശാരദാമ്മയുടെ മകളായ നീ ഈ ശാരദാമ്മയുടെ പേരിന് കളങ്കമായി മാറാൻ പാടില്ല. ഏത് പ്രശ്നത്തെയും ഈ അമ്മ നേരിട്ടതുപോലെ എൻ്റെ മോള് നേരിടും.
നീ അമ്മയുടെ അഭിമാനമാണ് മോളെ എന്ന് പറഞ്ഞ് ശാരദാമ്മ ശാലിനിയെ ചേർത്ത് പിടിച്ചു. അമ്മയുടെ തോളിലേക്ക് തല ചായ്ച്ച് അല്പനേരം പൊട്ടിക്കരയുമ്പോൾ ശാലിനിയുടെ മനസ്സിലുണ്ടായിരുന്ന ആ സങ്കടങ്ങളൊക്കെ പെയ്തൊഴിഞ്ഞുകൊണ്ട് പിന്നീടാണ് മാണിക്കോത്തേക്ക് യോഹന്നാനും ആന്റണിയും ഡേവിസും കൂടി പുതിയ തന്ത്രവുമായി എത്തിയത്. വണ്ടിയിൽ നിന്നിറങ്ങിയ യോഹന്നാൻ നേരെ സിറ്റൗട്ടിലേക്ക് എത്തിയതും പിന്നാലെ ആന്റണിയും ഡേവിസും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ കയറി വന്ന യോഹന്നാൻ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അവർ കാറിൽ തന്നെ നിൽക്കുകയാണ്. ഇത് കണ്ടതും യോഹന്നാൻ ചോദിച്ചു, എന്താടാ നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചതും, അല്ലപ്പ ഞങ്ങൾ വരണോ, അപ്പനങ്ങ് പോയി കണ്ടാ പോരെ എന്ന് ചോദിച്ചതും, പിന്നെ നിന്നെയൊക്കെ ഞാൻ പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് എനിക്ക് എസ്കോർട്ടിനുണ്ടോ, വരികയ്ക്ക് വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് യോഹന്നാൻ ഡേവിസിനെയും ആന്റണിയെയും അകത്തേക്ക് കൂട്ടി. ഉടനെ മഹേന്ദ്രന്റെ വീടിന്റെ കോളിംഗ് ബെൽ അടിച്ചതും വാതിൽ തുറന്നു നോക്കിയ നിർമ്മല അവരെ കണ്ടതും ആകെ ഞെട്ടലോടെ നിന്നു. ഉടനെ മഹേന്ദ്രൻ ചോദിച്ചു, ആരാടി നിർമ്മലെ, ആരാ, നീ എന്താ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അപ്പോഴേക്കും എന്ത് പറയണമെന്നറിയാതെ അങ്ങ് നിൽക്കുമ്പോഴേക്കും അകത്തേക്ക് യോഹന്നാൻ കയറി ചെന്നിട്ട് പറഞ്ഞു, ഞാനാണ് മഹേന്ദ്ര, നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് അരികിലേക്ക് ചെല്ലുന്നു. അത് കണ്ടതും, ഓ നീയായിരുന്നോ, നീ ഇപ്പൊ എന്തിനാ യോഹന്നാനെ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോ യോഹന്നാൻ പറഞ്ഞു, മഹേന്ദ്ര, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ വന്നതല്ല. അത് കേട്ടതും യോഹന്നാൻ ചോദിച്ചു, പിന്നെന്തിനാടാ, സംബന്ധം കൂടാൻ വന്നതാണോ? അത് കേട്ട ഉടനെ തന്നെ മഹേന്ദ്രനെ നേരെ നോക്കി യോഹന്നാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ അതെ മഹേന്ദ്ര, അതിനുവേണ്ടി തന്നെയാ വന്നത്. എന്തായാലും എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. അപ്പോഴേക്കും ഡെയ്സിയും വാതുക്കലേക്ക് എത്തി. മോളെ, ഞാൻ വന്നത് നിങ്ങളുടെ സ്നേഹത്തെ അംഗീകരിക്കാൻ വേണ്ടി തന്നെയാണ്. ശരിയാ, പലപ്പോഴും പല പ്രശ്നങ്ങളും ഞാൻ ഉണ്ടാക്കി, പല രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോ എന്റെ മക്കളുടെ സ്നേഹം അതെനിക്ക് മനസ്സിലായി. അവരുടെ പരസ്പര സ്നേഹം കണ്ടില്ല എന്ന് നടിക്കാൻ ഇനി എനിക്കാവില്ല. അതുകൊണ്ട് ഡെയ്സിയുടെയും ശിവന്റെയും വിവാഹത്തിന് ഞങ്ങൾക്ക് യാതൊരു സമ്മതക്കുറവുമില്ല. അവരുടെ വിവാഹം ആർഭാടകരമായി നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് യോഹന്നാൻ അറിയിച്ചു. അത് വിശ്വസിക്കാനാകാതെ ഡെയ്സി അരികിലേക്ക് ചെല്ലുമ്പോൾ അതിശയത്തോടെ മഹേന്ദ്രനും നിർമ്മലയും നോക്കിയിരുന്നു. അതിനെ ഡെയ്സി അരികിലേക്ക് ചെന്നതും, മോളെ, അപ്പൻ ഒടുവിൽ തീരുമാനിച്ചടി, നിന്റെ ആ ഇഷ്ടം അതങ്ങ് നടപ്പിലാക്കി തരാൻ. നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ അപ്പന് സാധിച്ചില്ല, അതൊരൽപ്പം വൈകിപ്പോയി. അതുകൊണ്ട് ഇനിയും നിന്റെ സ്നേഹം കണ്ടില്ല എന്നും നിങ്ങളുടെ ബന്ധത്തെ അംഗീകരിക്കാതിരിക്കാനും എനിക്കാവില്ല. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ സങ്കടവും നിങ്ങളുടെ ആഗ്രഹത്തിനും ഞാൻ എതിര് നിൽക്കുന്നില്ല. ഉടനെ തന്നെ നല്ലൊരു ശുഭമുഹൂർത്തം നോക്കി നിങ്ങളുടെ വിവാഹം നമുക്ക് നടത്താം എന്ന് യോഹന്നാൻ ഡെയ്സിയോട് പറയുന്നു. ശിവൻ ഭേദമായി വന്നാൽ ഉടൻ തന്നെ നിങ്ങളുടെ വിവാഹം നമുക്ക് നടത്താമെന്ന് പറയുമ്പോൾ മഹേന്ദ്രൻ ചോദിച്ചു, എന്താടാ യോഹന്നാനെ ഇപ്പൊ നിനക്ക് ഇങ്ങനൊരു മാനസാന്തരം എന്ന് ചോദിച്ചപ്പോ യോഹന്നാൻ പറഞ്ഞു, ഇത് ഞാൻ ആലോചിച്ചെടുത്ത തീരുമാന മഹേന്ദ്ര. അതെ, പണ്ട് നമ്മൾ ഒന്നിച്ച് ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ മഹേന്ദ്രൻ പറഞ്ഞു, അതെ, ആ ഓർമ്മ ഇപ്പൊ എന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് നിന്റെ ഈ മാനസാന്തരത്തെ എനിക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതെന്ന് പറഞ്ഞപ്പോ യോഹന്നാൻ പറഞ്ഞു, മഹേന്ദ്ര, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. ഇവരെല്ലാവരും പറയുന്നത്, ഇവള് പറയുന്നത് എനിക്ക് ഇവളെ സ്നേഹിക്കാൻ അറിയില്ല എന്നാണ്, മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ എനിക്ക് അറിയില്ല എന്ന്. ഇവളുടെ അമ്മ പറയാറുള്ളത് എനിക്ക് ചിരിക്കാൻ അറിയില്ല എന്നൊക്കെ. അങ്ങനെയുള്ള പരാതികളൊക്കെ ഇനിയെങ്കിലും ഞാൻ തീർത്തു കൊടുക്കണ്ടേ? അതുകൊണ്ട് എൻ്റെ മക്കളെ സ്നേഹിച്ച് ചിരിച്ച് സന്തോഷിച്ച് ജീവിക്കാമെന്ന്, ഇനിയുള്ള കാലം ജീവിക്കാമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് യോഹന്നാൻ ഡെയ്സിയോട് സംസാരിക്കുകയും ഇനി നിങ്ങളുടെ വിവാഹത്തിന് ഞങ്ങളായിട്ട് ഇനി എതിര് നിൽക്കുന്നില്ല എന്ന് യോഹന്നാൻ അറിയിച്ചു. മോളുടെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ വിവാഹം നമുക്ക് നടത്താം. പിന്നെ മോളിങ്ങനെ ഇവിടെ നിന്നാ പോരാ, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിഞ്ഞ് നിന്റെ കഴുത്തിൽ ശിവനെ കൊണ്ട് താലി കെട്ടിക്കണം. അതാണ് ഇനിയുള്ള അപ്പന്റെ ആഗ്രഹമെന്ന് യോഹന്നാൻ പറയുമ്പോൾ ഡെയ്സി അതെല്ലാം കേട്ട് പൊട്ടിക്കരഞ്ഞു. അപ്പോഴേക്കും അടുത്ത് നിന്ന ആന്റണിയും ഡേവിസും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, മഹേന്ദ്ര, എന്തായാലും നമുക്കിടയിലുള്ള ഈ ശത്രുതയും അകൽച്ചയും ബഹളവും ഒക്കെ പകയും പ്രശ്നങ്ങളും ഒക്കെ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. നമ്മുടെ മക്കൾ ഒന്നു ചേർന്നാൽ പിന്നെ നമുക്കിടയിലുള്ള ഈ പ്രശ്നങ്ങളും പകയും പകപോക്കലും ഒന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇനി ഇക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഉടനെ തന്നെ ഇവരുടെ വിവാഹം നമുക്ക് നടത്താം. ഇത് എന്നെ ഒന്ന് വിശ്വസിക്കും മഹേന്ദ്ര എന്ന് പറയുമ്പോൾ മഹേന്ദ്രൻ പറഞ്ഞു, നിന്നെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിന്റെ ഈ വാക്കുകളെ പോലും ഞാൻ അവിശ്വസിച്ചു പോകുന്നതെന്ന് പറയുമ്പോൾ മഹേന്ദ്രന്റെ കൈ പിടിച്ച് ഉടനെ യോഹന്നാൻ പറഞ്ഞു, മഹേന്ദ്ര, ഞാൻ പറഞ്ഞത് സത്യമാ, നിനക്ക് എന്നെ 100% വിശ്വസിക്കാം. നല്ലൊരു മുഹൂർത്തം നോക്കി ശിവൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നാൽ ഉടൻ തന്നെ ഇവരുടെ വിവാഹം നമുക്ക് നടത്താമെന്ന് പള്ളിക്കാരെയും പട്ടക്കാരെയും എല്ലാവരെയും വിളിച്ച് നമുക്ക് ഈ വിവാഹം ആർഭാടകരമായി നടത്തണം. മാണിക്കോത്ത് മഹേന്ദ്രന്റെയും പ്ലാമൂട്ടിൽ യോഹന്നാന്റെയും
മകളുമായിട്ടുള്ള വിവാഹം അത് ആർഭാടകരമായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കേട്ട ഉടനെ തന്നെ അവിടെ നിന്ന ഡേയ്സിയുടെ അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, ഡേയ്സി, ഇനി മുതൽ ആന്റണി നിന്നെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയായിരിക്കും നീ ഇനി എനിക്കും. അതുകൊണ്ട് നിന്റെ ഇഷ്ടം സാധിച്ചു തരാനാണ് ഇനി ഞങ്ങൾ ഒപ്പമുണ്ടാവുക എന്ന് പറഞ്ഞു. ഉടനെ ആന്റണി പറഞ്ഞു, അതേ മോളെ, എടുത്തു ചേട്ടൻ കുറച്ചെനിക്ക് കൂടുതലാണ്. അതുകൊണ്ട് കുറെ അബദ്ധങ്ങൾ കാണിച്ചു കൂട്ടുകയും ചെയ്തു. എന്നാലും ഇനി അതിനായിട്ട് ഞാൻ തയ്യാറാകുന്നില്ല. ഇനി എൻ്റെ പെങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നടപ്പിലാക്കി കൊടുക്കുകയാണ് ഇനി ഈ ഏട്ടന്റെ അവകാശവും അധികാരവും ഇനി ഈ ഏട്ടന്റെ തീരുമാനവും. അതുകൊണ്ട് മോളിനി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട എന്ന് പറയുമ്പോൾ ഡേവിസ് പറഞ്ഞു, അതെ, ഒരേട്ടന്മാരല്ല, രണ്ടേട്ടന്മാരാണ് ഇനി ഡേയ്സിക്കുള്ളത്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിന്റെ വിവാഹം ഭംഗിയായി നടത്തിത്തരും. അപ്പോഴേക്കും യോഹന്നാൻ പറഞ്ഞു, അതെ, ഇനിയും അതാണ് വേണ്ടത്. അപ്പോൾ മോളെ, നമുക്ക് അങ്ങ് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞതും സംശയത്തോടെ ഡെയ്സി മഹേന്ദ്രൻ നോക്കുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, അതെ, വേറൊന്നുമല്ല മഹേന്ദ്ര, വിവാഹം കഴിയുന്നതിന് മുമ്പ് ഇവളിവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. ആളുകളെ കൊണ്ട് അതും ഇതും പറയിക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ശിവൻ വന്നാൽ ഉടൻ തന്നെ ഇവരുടെ മിന്നുകെട്ട് നടത്തി ഇവിടെ ഇങ്ങ് കൂട്ടിക്കൊണ്ടു പോരാം. അപ്പൊ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഉടനെ മഹേന്ദ്രൻ സംശയത്തോടെ നോക്കുന്നത് കൊണ്ട് യോഹന്നാൻ പറഞ്ഞു, എടാ, ആളുകളുടെ വായ അടപ്പിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോ മഹേന്ദ്രൻ പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ യോഹന്നാനെ, അവളുടെ കഴുത്തിൽ എന്റെ മകൻ ശിവൻ കെട്ടിയ താലിയാണ് കിടക്കുന്നത്. അതുള്ളിടത്തോളം കാലം അവൾ എന്റെ മരുമകളാണ്, എന്റെ മകന്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ അവൾക്ക് മറ്റൊരാളുടെ ഭാര്യയായി ചെല്ലാനാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പോ യോഹന്നാൻ ഡേയ്സിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, എന്നാ മോളെ, നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. ഡേയ്സി വളരെ സന്തോഷത്തോടെ അപ്പനെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശിവന്റെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ നൽകാൻ തയ്യാറായിട്ടുള്ള യോഹന്നാന്റെ വാക്കുകൾ വിശ്വസിച്ച് പാവൻ ഡെയ്സി അവരുടെ ആ തന്ത്രം വിജയകരമാക്കി കൊടുക്കാനായി അവർക്കൊപ്പം പ്ലാമൂഡിലേക്ക് തിരിച്ചു. അപ്പോഴാണ് ശാലിനി പിറ്റേന്ന് രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് വിഷ്ണുവിന്റെ ഒപ്പമുള്ള ശാലിനിയുടെ നിമിഷങ്ങളെ കുറിച്ച് ചിന്തിച്ചത്. ആദ്യമായി രേഷ്മയെ കണ്ടപ്പോൾ വിഷ്ണു രേഷ്മയെ കുറിച്ച് ശാലിനിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത വാക്കുകൾ, തന്നെ കാണുന്നതിന് മുൻപ് ഞാൻ മറ്റാരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജന്മത്ത് ഞാൻ ആരോടെങ്കിലും ഇഷ്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പോയ രേഷ്മയോട് മാത്രമാണെന്ന് വിഷ്ണു പറഞ്ഞത്. ഓ, അപ്പോ അങ്ങനെ അസ്ഥിക്ക് പിടിച്ചൊരു പ്രണയമായിരുന്നു അല്ലെ എന്ന് ചോദിച്ചതും, ആ, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോ അവൾ വെറും ഒരു കൂട്ടുകാരി മാത്രമല്ലേ എനിക്ക് എന്ന് പറഞ്ഞത് എല്ലാം ഓർത്ത് ശാലിനി അങ്ങനെ നിന്നു. അപ്പോഴാണ് പൊന്നി അവിടേക്ക് ചായയുമായി എത്തിയത്. അവിടേക്ക് വെച്ചേക്ക് പൊന്നി എന്ന് പറഞ്ഞ് ശാലിനി അങ്ങനെ വീണ്ടും ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന കാണുമ്പോൾ അരികിലേക്ക് വന്ന പൊന്നി പറഞ്ഞു, പപ്പിമോൾക്ക് വല്ലാത്ത പനിയാണ്, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ, വൈകിട്ടെല്ലാം വല്ലാത്ത വാശിയായിരുന്നല്ലോ കുഞ്ഞിന് എന്ന് പറഞ്ഞപ്പോ ശാലിനി ചോദിച്ചു, ശ്യാമയുടെ കയ്യിൽ മരുന്നൊന്നും ഇരിപ്പില്ലേ? പനിക്കുള്ള മരുന്നൊന്നും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നതെന്ന് പൊന്നി പറഞ്ഞതും ശാലിനി വേഗം തന്നെ തന്റെ റൂമിലിരിക്കുന്ന ആ മെഡിസിൻ ബോക്സ് തുറന്നിട്ട് അതിൽ നിന്നുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന ആ സിറപ്പുമായിട്ട് ശാലിനി വേഗം ശ്യാമയുടെ റൂമിലേക്ക് പോയി. പപ്പി അപ്പോഴേക്കും ബെഡിൽ കിടക്കുന്ന ആ സമയത്ത് പപ്പിയുടെ നെറ്റിയിൽ വെള്ളം നനച്ച് തുണി നനച്ചിട്ടുകൊണ്ടിരിക്കുകയാണ് ശ്യാമ പറഞ്ഞു, മോളുടെ പനി വേഗം വിട്ടുമാറട്ടെ, എന്നിട്ട് നമുക്ക് പോകാം, ഇത് നെറ്റിയിൽ കിടക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞതും വേണ്ട അമ്മേ, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പപ്പി ഇതെടുത്ത് കളയാൻ തുടങ്ങുമ്പോൾ ശ്യാമ പറഞ്ഞു, അങ്ങനെ ചെയ്യില്ലേ മോളെ, പനി വേഗം പോകണ്ടേ എന്ന് പറഞ്ഞതും ശാലിനി അവിടേക്ക് ഓടിയെത്തി. മോളെ പപ്പി എന്ന് വിളിച്ചതും പപ്പി അവിടെ ബെഡിൽ കിടന്ന് നെറ്റിയിലെ തുണി നനച്ചിട്ടിരിക്കുന്ന കണ്ടത് അരികിലേക്ക് ഓടിയെത്തി. വല്ലാതെ പനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതും പപ്പി വേഗം ചാടി ഇരുന്നിട്ട് ചോദിച്ചു, ചേച്ചിയമ്മേ, വിഷ്ണുവച്ച വന്നോ എന്ന് ചോദിച്ചു. ഇല്ല, വിഷ്ണുവച്ച വന്നില്ല, ഇന്നലെ ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞതും അതെ, ബീച്ചിലൊക്കെ കൊണ്ടുപോകാം, ആദ്യം നല്ല കുട്ടിയായിട്ട് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പനി വേഗം വിട്ടുപോകും. അത് കഴിയുമ്പോൾ ചേച്ചിയമ്മ നിങ്ങളെ രണ്ടുപേരെയും കൂടി ബീച്ചിലേക്ക് കൊണ്ടുപോകും കേട്ടോ എന്ന് ശാലിനി പറഞ്ഞു. ഇന്നലെ ചേച്ചി വല്ലാതെ ദേഷ്യപ്പെട്ടതുകൊണ്ടാ കുഞ്ഞേച്ചി ഇന്നലെ പപ്പിമോളോടല്ലേ വല്ലാതെ ദേഷ്യപ്പെട്ടത്. പപ്പി മാത്രമല്ലല്ലോ അവിടെ ബീച്ചിൽ പോണെന്ന് ബഹളം വെച്ചത്, സത്യം ബഹളം വെച്ചതല്ലേ. എന്നിട്ടും ചേച്ചി പപ്പിമോളെ മാത്രമല്ലേ വഴക്ക് പറഞ്ഞുള്ളൂ. അല്ലെങ്കിലും അങ്ങനെയാ, മുതിർന്നവരെന്നോ ചെറിയവരെന്നോ ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും വഴക്ക് പറയുന്നതിലും ഇങ്ങനെ മോശമായി പെരുമാറുന്നതിലും ഒക്കെ വല്ലാത്ത പക്ഷാഭേദമാണ്. ഇവിടെ കുഞ്ഞേച്ചിയും അങ്ങനെ തന്നെയല്ലേ കാണിച്ചത്. എന്റെ മോളോട് മാത്രമല്ലേ കുഞ്ഞേച്ചി ദേഷ്യപ്പെട്ടുള്ളൂ എന്ന് ചോദിച്ചു ശ്യാമ ശബ്ദമുയർത്തിയതും ശാലിനി ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യത്തോടെ ശ്യാമയുടെ നേരെ തിരിഞ്ഞു. ശ്യാമേ, ആര് പക്ഷാഭേദം കാണിച്ചെന്നായി പറയുന്നത് എന്ന് ചോദിച്ച് ശാലിനി ദേഷ്യത്തോടെ ശ്യാമയ്ക്ക് നേരെ തിരിഞ്ഞു. ശ്യാമേ,
നീ സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. പല വാക്കുകളും പല പ്രവർത്തനങ്ങളും നിന്റെ പല പ്രവൃത്തികളും മറ്റുള്ളവരുടെ മനസ്സിനെ എത്ര ആഴത്തിലാണ് മുറിവേൽപ്പിക്കുന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. ഇവിടെ പക്ഷാഭേദം കാണിച്ചെന്ന് ആരാ പറഞ്ഞത്? രണ്ടായിട്ട് കണ്ടുവെന്നും ആരാ പറഞ്ഞത്? എനിക്കിവര് രണ്ടല്ല, ഒന്ന് തന്നെയാ. അങ്ങനെ ഒന്നായിട്ട് കാണാൻ തന്നെ ഞാൻ അങ്ങ് തീരുമാനിക്കുകയാണെങ്കിൽ ഇവരെ രണ്ടാക്കി നിർത്തുന്നില്ല, ഒന്നാക്കി തന്നെയാ കാണുന്നതെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ച ഇവിടുന്ന് പല മാതൃമുഖങ്ങളും അഴിഞ്ഞു വീഴും, പല മാതൃസ്നേഹവും അഴിഞ്ഞു താഴെ വീഴും. അത് എന്നെ കൊണ്ട് ചെയ്യിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് ഇനി മേലാൽ ഇങ്ങനെ ആവർത്തിച്ചേക്കരുതെന്നും ശാലിനി ശ്യാമയോട് ഗൗരവത്തോടെ അറിയിച്ചു. ശ്യാമ ആകെ ഭയത്തോടെ അങ്ങനെ നിൽക്കുമ്പോ അവിടേക്ക് സത്യമോളയും കൂട്ടി പൊന്നിയും എത്തി. ശാലിനി പപ്പിയെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഇന്നലെ ചേച്ചിയമ്മയ്ക്ക് ഒരു മോശം ദിവസമായിരുന്നു. അതുകൊണ്ട് ചേച്ചിയമ്മ വല്ലാത്ത വിഷമത്തിൽ നിന്നപ്പോഴാണ് പപ്പിമോൾ അങ്ങനെ വാശി പറഞ്ഞത്. അതുകൊണ്ടാ ചേച്ചിയമ്മ ദേഷ്യപ്പെട്ടത്. പപ്പിമോളുടെ പനി വേഗം മാറട്ടെ, എന്നിട്ട് നമുക്ക് ബീച്ചിൽ പോകാം കേട്ടോ. ഞാൻ കൊണ്ടുപോകും എന്റെ മക്കളെ ബീച്ചിലേക്ക് എന്ന് പറഞ്ഞ് ശാലിനിയെ പപ്പിമോളെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ പപ്പിമോള് തലകുലുക്കുമ്പോ ഇത് കേട്ട് കേൾക്കുന്ന ശ്യാമ പറഞ്ഞു, എന്റെ മോളെ ആരും ഒരിടത്തേക്കും കൊണ്ടുപോകണ്ട, അവൾ ഒരിടത്തേക്കും വരുന്നുമില്ല എന്ന് പറഞ്ഞ് ശ്യാമ വീണ്ടും ഗൗരവത്തോടെ ശബ്ദമുയർത്തി ശാലിനിക്ക് നേരെ തിരിയുന്നു. വീണ്ടുമുള്ള ശ്യാമയുടെ ആ പ്രതികരണം കേട്ട് സഹിക്കാനാകാതെ തന്റെ മനസ്സിൽ താൻ കുഴിച്ചു മൂടിയ ആ സത്യങ്ങളൊക്കെ പുറത്തേക്ക് വലിച്ചെറിയേണ്ടി വരുന്ന അവസ്ഥയിൽ വീണ്ടും ശ്യാമ തന്റെ നാവിൽ നിന്ന് എന്തെങ്കിലും കേൾക്കുമെന്നുള്ള രീതിയിൽ ശ്യാമയുടെ പെരുമാറ്റം സഹിക്കാനാകാതെ പൊട്ടിത്തെറിച്ച വണ്ണം ശാലിനി ഗൗരവത്തോടെ ശ്യാമയെ നോക്കി. ശ്യാമ അപ്പോഴും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ഭാവത്തിൽ ശാലിനിയെ നോക്കി നിൽക്കുകയായിരുന്നു. എല്ലാ രീതിയിലും ശാലിനിക്ക് മുന്നിൽ തനിക്ക് തോൽക്കാനാവില്ല എന്ന രീതിയിൽ ഗൗരവത്തോടെ ശ്യാമ അങ്ങനെ നിന്നു. അപ്പോഴാണ് വിഷ്ണുവിനെ തട്ടിക്കൊണ്ടു പോയ ഡാനിയലും മറ്റും വിഷ്ണുവിന് വേണ്ടി പണം വാങ്ങിച്ച ആ കാര്യം വിഷ്ണുവിനോട് പറയുന്നത്. ഈ സമയത്ത് വിഷ്ണുവിനെ കണ്ടെത്താനായിട്ടുള്ള ശ്രമം നടത്തിയ ശാലിനി രേഷ്മ വീട്ടിലേക്ക് വന്നെന്നറിഞ്ഞ് രേഷ്മയോട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പോഴാണ്, നീ എന്റെ മുന്നിൽ കളവ് പറയുകയാണോ എന്നും നീ വീണ്ടും എന്റെ മുന്നിൽ നാടകം നടത്തുകയാണോ എന്നുമൊക്കെ ചോദിക്കുമ്പോൾ അത് കേട്ടു നിന്ന ഉടനെ തന്നെ ഗൗരവത്തോടെ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാലിനിയുടെ ഫോണിലേക്ക് CA റസാക്ക് വിളിച്ചത്. കോൾ എടുത്തതും CA പറഞ്ഞു, മേഡത്തിന്റെ ഫോണിലേക്ക് വിളിച്ച ആ കിഡ്നാപ്പറിനെ ഞങ്ങൾ പിടികൂടിയിട്ടുണ്ട്. അങ്ങനെ ഡാനിയലിനെ അവർ പൊക്കി. ഡാനിയലിന്റെ അടുത്തേക്ക് ശാലിനി എത്തി. ഡാനിയലിനെ കർണത്തടി കൊടുത്ത് ശാലിനി ഡാനിയലിനോട് തന്റെ വിഷ്ണുവേട്ടൻ എവിടെയെന്ന് അന്വേഷിച്ചു. ആ പണം എവിടെയെന്നും ശാലിനി അന്വേഷിച്ചതും ഉടനെ ഡാനിയൽ പറഞ്ഞു, മേഡം, അന്ന് ആ പണം എടുത്തത് ഞാനല്ല, മേഡം കൊണ്ടുവന്ന് വെച്ച പണം ഞങ്ങൾ എടുത്തിട്ടുമില്ല. അത് കേട്ടതും ശാലിനി ആകെ ഞെട്ടലോടെ നോക്കി. പിന്നെ ആരാടാ അന്ന് വന്ന പണം കൊണ്ട് പോയത് എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ മേഡം, അത് എന്ന് പറഞ്ഞ് വിഷ്ണുവാണ് അന്ന് ആ പണം അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോയതെന്നും അന്ന് ആ പണം കൈക്കലാക്കിയത് വിഷ്ണുവായിരുന്നു എന്നുള്ള സത്യം ശാലിനിക്ക് മുന്നിൽ ഡാനിയൽ വെളിപ്പെടുത്തുന്നു.